ശലോം സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. നമുക്കറിയാം, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ശബത്താണ്, കർത്താവിൻ്റെ ദിവസമാണ്. നമ്മളെല്ലാം ആ ശബത്ത് ആചരിക്കുന്നവരുമാണ് അല്ലേ? ശബാത്ത് ആചരിക്കുന്ന നമ്മളുടെ അപ്പൻ ഇസ്രായേലിൻ്റെ നാഥനാണ്. ആ അപ്പനും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് ശബത്ത്. അപ്പോൾ ശബത്ത് എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം നമുക്ക് തന്ന ഒരു മുദ്രമോതിരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആബയും നമ്മളും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ അടയാളമായിട്ട് ആബ നമുക്ക് തന്നിരിക്കുന്ന മുദ്രമോതിരമാണ്. കല്യാണമൊക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു പേരെഴുതിച്ച മോതിരം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞോണം. ആബ നമുക്ക് തന്നിട്ടുള്ള ആ ഉടമ്പടിയുടെ നിത്യമായ ആ നിത്യജീവൻ്റെ ഉടമ്പടിയുടെ ആ മുദ്രമോതിരമാണ് ശബത്ത്. അപ്പോൾ ഈ അടയാളം ധരിക്കുന്ന നമ്മളുടെ 7 അയലക്കത്തേക്ക് പോലും വരാനായിട്ട് സാത്താൻ പേടിക്കും, സാത്താൻ ധൈര്യമുണ്ടാവില്ല. അങ്ങനെ സാത്താൻ്റെ ശക്തിയെ തകർക്കുന്ന മുദ്രമോതിരം അണിഞ്ഞിരിക്കുന്നവരെ, ശബാത്ത് മുറുകെ പിടിച്ചിരിക്കുന്നവരെ, ശബാത്ത് ഷലോം. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. ഇപ്പോൾ യുദ്ധം ഒക്കെ നടക്കുന്ന കാലമാണല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, ലോകം മൊത്തം യുദ്ധഭീതിയിലാണ്. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് എല്ലാവർക്കും അല്ലേ? പ്രത്യേകിച്ച് ക്രിസ്ത്യാനി സമൂഹം യുദ്ധം അവസാനിക്കാനും യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ അഖണ്ഡ ജപമാലയും പിന്നെ കുർബാനയും ഒക്കെ അർപ്പിക്കുന്ന ഒരു കൂട്ടം തന്നെയാണ് ക്രിസ്ത്യാനി സമൂഹം. പല ക്രിസ്ത്യാനികളുടെയും ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന രാജ്യമല്ലേ, ഇസ്രായേൽ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും യുദ്ധം ചെയ്യുന്നേ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് പൊതുവേ ക്രിസ്ത്യാനികൾക്ക്. അപ്പം അതുകൊണ്ട് അവർ വേണമെങ്കിൽ യഹൂദൻ്റെ മാനസാന്തരത്തിനും കൂടി വേണമെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ലോക സമാധാനത്തിന് വേണ്ടി മാർപ്പാപ്പയോട് കൂടി പ്രാർത്ഥിച്ച് ഈ അഭിനയിച്ച് തകർക്കുന്ന ക്രിസ്ത്യാനിയെ, നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിന്റെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഇസ്രായേല് ആരാ? നിന്റെ പൈതൃകം കിടക്കുന്നത് എവിടെയാ? നിന്റെ ദൈവം ആരുടെ ദൈവമാണ്? അത് ഇസ്രായേലിൻ്റെ ദൈവമല്ലേ? നിന്റെ കയ്യിലിരിക്കുന്നത് ബൈബിൾ ആണ് എങ്കിൽ, ആ ബൈബിളിലെ ദൈവമാണ് നിന്റെ ദൈവം എങ്കിൽ, ഈ ഇസ്രായേൽക്കാരാരാ? നിന്റെ സഹോദരങ്ങളല്ലേ? ഒരപ്പൻ്റെ മക്കളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ നിൽക്കേണ്ടത് ആരുടെ ഒപ്പമാണ്? യഹൂദൻ്റെ ഒപ്പമല്ലേ നിൽക്കണ്ടേ? ഇന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇല്ല യഹൂദനെ തള്ളിക്കളഞ്ഞു, എന്നെയാണ് ദത്തെടുത്തിരിക്കുന്നേ എന്നാണ് ചിന്തിക്കുന്ന ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയോ ബൈബിളിൽ എവിടെയെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇസ്രായേലിന് പകരം ഞാൻ ക്രിസ്ത്യാനിയെ വീണ്ടെടുത്തു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? പക്ഷെ നമുക്ക് ബൈബിളിൽ എന്താ കാണാൻ സാധിക്കുക? ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുക. ഇനി യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിനൊരു പുത്തരിയല്ല, തീയിൽ കുരുത്തതാണ് ഇസ്രായേൽ അല്ലേ? വെയിലത്ത് അത് പാടില്ല. യുദ്ധം അഭ്യസിപ്പിച്ച് തൻ്റെ മക്കൾക്കുള്ളതെല്ലാം തിരിച്ചു പിടിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ബൈബിളിൽ ഉടനീളം കാണാൻ കഴിയുക. അങ്ങനെ തീയിൽ വളർത്തിയെടുത്ത സ്വന്തം മക്കളാണ്. അത് വെയിലത്ത് ഒരു കാലത്തും വാടില്ല. ഒരിക്കലും നിങ്ങൾ ഒന്ന് ഓർക്കുക, ഒരിക്കലും ഇസ്രായേൽ അങ്ങോട്ട് ചെന്ന് ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. വെറുതെ ഒരു യുദ്ധവും അങ്ങോട്ട് ചെന്ന് ചെയ്തിട്ടില്ല. ഈ കൊതമുതൻ്റെ ആളുകളെ പോലെ എല്ലാം പിടിച്ചടക്കി ഞങ്ങളുടെ സ്വന്തമാക്കണം, സ്നേഹം നടിച്ച് വന്ന് അവിടെ വന്ന് ആ താമസിക്കുന്ന പ്രദേശവും എല്ലാം സ്വന്തമാക്കണം, അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും അടിമയാക്കണം എന്നുള്ള ഒരു ചരിത്രവും ഇസ്രായേലിനില്ല. പക്ഷേ ഒരു ചരിത്രമുണ്ട്. ഇസ്രായേലിനെ ചൊറിയാൻ വന്നാൽ നല്ല വൃത്തിയാൻ വണ്ണം മാന്തി കൊടുക്കും. ആവശ്യമില്ലാതെ ചൊറിഞ്ഞ് അടി വാങ്ങിക്കാൻ വന്നാൽ നന്നായി മോങ്ങാൻ വിടും. ഈ കൊതമതിൻ്റെ ചരിത്രം തന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇസ്രായേലുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പണ്ട് മുതലേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെറുതെ വന്ന് ചൊറിയും, എന്നിട്ട് അടി വാങ്ങിയിട്ട് ഇങ്ങനെ മൂങ്ങും.
അല്ലേ? ചരിത്രം തന്നെ അങ്ങനെയാണ് അല്ലേ? ബൈബിൾ എടുത്ത് നോക്കിയേ നിങ്ങൾ. ബൈബിളിൽ മൊത്തം അങ്ങനെ തന്നെയാണ്. പുറപ്പാട് മുതൽ ഒടുക്കം വരെ ബൈബിളിൽ യുദ്ധങ്ങളാണ് അല്ലേ? യുദ്ധമാണ് കാണുന്നത്. തൻ്റെ തൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട കാനാൻ ദേശം അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് അവരെ യുദ്ധം അഭ്യസിപ്പിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കാം. കാനാൻ ദേശം അല്ലേ? നമുക്കറിയാം ഏദൻ ആണ് കാനാൻ ദേശം. ഏദനായിരുന്നു കാനാൻ ദേശം. ആദത്തിൻ്റെയും ഹവ്വയുടെയും സ്വത്ത് അവകാശപ്പെട്ട, അത് തൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്ത് ആയിരുന്നു ഈ കാനാൻ ദേശം, ഏദൻ. പിന്നെ ജെറുസലേം ഏദൻ തോട്ടാണ്, അതൊക്കെ നമുക്കറിയാം അല്ലേ? അതായത് അപ്പോൾ ഇന്നത്തെ ഇസ്രായേൽ, അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, യഹൂദന്മാരുടെ പൂർവിക സ്വത്തായ കാനാൻ ദേശം ഇന്ന് കാണുന്ന ആ ചെറിയ ഒരു ഏരിയ ഇസ്രായേൽ മാത്രമായിരുന്നില്ല. അത് നീണ്ടു നിവർന്ന് പരന്ന് കിടക്കുന്ന ഒരു പ്രദേശം, ഒരു സ്ഥലം, കുറേ സ്ഥലമുണ്ടായിരുന്നു അതിൽ. പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി? അതൊക്കെ സമാധാന മതക്കാർ വന്ന് സമാധാനം പറഞ്ഞ് വന്ന് തട്ടിയെടുത്തു കൊണ്ടുപോയി. യേശുവായുടെ മരണശേഷം യഹൂദർ ചിതറിയോടി ലോകത്തെമ്പാടും, നമുക്കറിയാം അല്ലേ? അവർ നശിച്ചു. അതിനുശേഷം അവർ പല സ്ഥലത്തേക്കും ചിതറിയോടി. അങ്ങനെ 1948 അവർ രാഷ്ട്രമായി പ്രഖ്യാപിച്ചപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലം ആണ് അവർക്ക് കിട്ടിയത്, യഹൂദർക്ക് തിരിച്ചു കിട്ടിയത്. അതും അവർ സ്വന്തം സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ചവരാണ് അവർ. മുള്ളും പാറക്കാരെയൊക്കെ നിറഞ്ഞ ആർക്കും വേണ്ടാത്ത ഒരു മരുഭൂമിയാണ് അവർക്ക് കൊടുത്തത്. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നവോത്ഥാനമായിരുന്നു. ദൈവം അവർ തൊടുന്നതെല്ലാം പൊന്നാക്കി, മരുഭൂമി മലർവാടിയാക്കി. ഈ യഹൂദര് ലോകത്തെല്ലാം ചിതറിപ്പോയത് കൊണ്ട് മാത്രമാണ് ഈ ലോകം മൊത്തം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത്. അവർ ചെല്ലുന്നിടത്തെല്ലാം ദൈവം അനുഗ്രഹിച്ചു. സമ്പത്തുണ്ടായി, ശാസ്ത്രീയമായിട്ട് വളർന്നു. ഇന്നുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ഒരു 90% എങ്ങനെ പോയ യഹൂദൻ്റെ കയ്യൊപ്പ് പതിനെട്ടുള്ളവയാണ്. അപ്പോൾ അങ്ങനെ ചിതറിച്ചത് നിനക്കും കൂടി വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനി അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലേ, സ്വന്തം മക്കളെ കണ്ണ് കുരുടാക്കിയിട്ടാണ് നിങ്ങൾക്ക് ആ രക്ഷ എടുത്തു തന്നത്. അപ്പോൾ തൻ്റെ മക്കൾ ചെല്ലുന്നിടത്തെല്ലാം ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ ലോകം അവർക്ക് എന്താ തിരിച്ചു കൊടുത്തത്? കഠിന വേദനകളും ശിക്ഷകളും. യഹൂദർ എത്ര മൃഗീയമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയോ? ഹിറ്റ്ലറെ പോലുള്ളവർ പല രാജ്യങ്ങളിൽ. ആകെ കൂടെ ഈ യഹൂദരെ പീഡിപ്പിക്കാത്ത ഏക രാഷ്ട്രം ഇന്ത്യ ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇന്നും ഇന്ത്യയോട് അത് ഓർക്കുന്നതും നമ്മെ സ്നേഹിക്കുന്നതും എല്ലാം. പക്ഷെ കേരളം എന്ന് ഞാൻ പറയില്ല, കേരളത്തിന് ആ നന്ദിയൊന്നുമില്ല. ഇന്ത്യ, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ, മനസ്സിലായ? അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ആ ഏരിയാസ് മൊത്തം സുഡാപ്പികൾ കൊണ്ടുപോയിട്ട് ചെറിയൊരു രാജ്യമാണ്. കേരളത്തിൻ്റെ അത്ര പോലും ഇല്ല. നമുക്കറിയാം അല്ലേ? ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ഒരു 0.2%, 0.2% മാത്രമാണ് ഇത്തിരി പോകുന്ന രാജ്യം അല്ലേ? ഇറാനുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇറാൻ്റെ ഫുൾ ബോഡിയുടെ ഒരു ചെറുവിരലിൻ്റെ അത്രയേ ഉള്ളൂ ഇസ്രായേൽ അല്ലേ? എന്നിട്ട് ഈ ഇസ്രായേൽ ഇങ്ങനെ ശക്തമായി തുടരുന്നു എങ്കിൽ അവരുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്രായേൽ തിരിച്ചു പിടിച്ചിട്ടും അവർ മുസ്ലിമുകളെ അവിടെ തുടർന്ന് ജീവിക്കുവാനായിട്ട് അനുവദിച്ചു. പാലസ്തീൻ അവർക്കിടയിൽ അവരുടെ ചിലവിൽ കഴിയുന്നു. അത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പിന്നെ അവരുടെ ജെറുസലേം ദേവാലയം, നമ്മുടെ ജെറുസലേം ദേവാലയം പൊളിച്ച് സുഡാപ്പികൾ അവിടെ കക്കൂസം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കക്കൂസ് എന്ന് പറയുന്നത് അവരുടെ മുസ്ലിം പള്ളിയിലെ ഞാൻ പറയണതാ. അപ്പോൾ അത് പൊളിക്കാതെ ഇന്നും അവർക്ക് ആ ആരാധനയ്ക്കായിട്ട് അനുവദിക്കുന്നു. ഈ നീതി, ഈ ന്യായം ആര് കാണിക്കും? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ആര് കാണിക്കും? മുസ്ലിമുകൾ പിടിച്ചടക്കിയിട്ടുള്ള ഏതെങ്കിലും രാജ്യത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയോ എന്തെങ്കിലും
ഉണ്ടെങ്കിൽ ഫസ്റ്റ് അവരെന്താ ചെയ്യുക? അമ്പലമോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കഥ നോക്കാലോ, എന്ത് ചെയ്യും അവർ? ഫസ്റ്റ് അത് പൊളിക്കും, എന്നിട്ട് അവിടെയൊക്കെ അവരുടെ പള്ളി പണിയും, ഇല്ലേ? അപ്പോൾ ഇത്രയും ദയയും കാരുണ്യവും നീതിയും ന്യായവും കാണിക്കുന്ന ഒരു ജനത ഈ ഭൂലോകത്ത് തന്നെ ഉണ്ടോ? ഇനി ഇസ്രായേൽ ഒരു യുദ്ധത്തിന് പോകുകയാണ് എങ്കിൽ മുൻകൂട്ടി അവരെ അറിയിക്കും. അങ്ങനെ ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ മുൻകൂട്ടി അറിയിക്കുന്ന, വാണിംഗ് കൊടുക്കുന്ന ഏത് ജനതയുണ്ട് ഇന്ന് ലോകത്ത്? അതാണ് ഇസ്രായേലിൻ്റെ മഹത്വം. അപ്പൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ. എന്നാൽ ക്രിസ്ത്യാനികളുടെ കാര്യമോ? അവർ ദത്തുമക്കളാണല്ലേ, പക്ഷേ ദത്തുമക്കളായിട്ട് പോലും അപ്പൻ്റെ ശൗര്യത്തിൻ്റെ ഒരു തരി പോലും കിട്ടിയിട്ടില്ല. ജന്മം തീയിലാണെങ്കിലും പിന്നീട് വെയിൽ വന്നപ്പോൾ കരിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. അതായത് ക്രിസ്ത്യാനി സ്റ്റാർട്ടിങ്ങിലെ പോലെയല്ല ഇപ്പോൾ. യഹൂദന്മാരെ അനുകരിച്ച് നടന്നിരുന്ന ക്രിസ്ത്യാനിയുടെ സ്ഥിതി ഇപ്പം എന്താ? സാത്താൻ അവരെ ഒരു ശിഖണ്ഡി വർഗമാക്കി മാറ്റിക്കഴിഞ്ഞു. കർത്താവിൻ്റെ പ്രതിമയായ, അല്ലെങ്കിൽ എന്താ പറയാ, ആ പ്രതിച്ഛായ തന്നെ മാറ്റി, കർത്താവിൻ്റെ പ്രതിച്ഛായ തന്നെ മാറ്റി പഠിപ്പിച്ചിട്ടാണ് ഇന്ന് ക്രിസ്ത്യാനി സമൂഹം. എന്താ പറയുക, എല്ലാം പൊറുക്കുന്ന, എല്ലാം മറക്കുന്ന, ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന, അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഭാഗത്തെ മാത്രം എടുത്ത് പഠിപ്പിച്ച് ക്രിസ്ത്യാനിയെ വഷളാക്കി മാറ്റി. അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിക്ക് ഇന്ന് അറിയില്ല ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന് അറിയാൻ കഴിയാത്ത വിധം പ്രതികരണശേഷി ഇല്ലാത്തവരായി മാറി ഇന്ന് ക്രിസ്ത്യാനികൾ. നിങ്ങൾക്കറിയോ, ക്രിസ്ത്യാനിയെ നിങ്ങളുടെ ചരിത്രം ഒന്ന് തേടിപ്പോ. നിങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു? യേശുവായുടെ ശിഷ്യന്മാർ നിങ്ങളെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആദിമസഭയല്ല ഇപ്പോൾ. എങ്ങനെയായിരുന്നു? ഈ ക്രിസ്ത്യാനിറ്റിയുടെ തുടക്കം AD 312 കാലഘട്ടങ്ങളിലൊക്കെയാണ്. കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ കാലഘട്ടം. ആ വൃത്തികെട്ടവനിലൂടെ സാത്താൻ കളിച്ച കളി, അവനിലൂടെ ഉണ്ടാക്കിയെടുത്ത പുതിയ സഭ. അതുവരെ ദൈവത്തെ കൈപിടിച്ച്, ദൈവവുമായി കൈകോർത്ത് യഹൂദരോടുകൂടി ശബത്താചരിച്ച് നടന്നിരുന്ന, യഹൂദനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യാനി സാത്താൻ്റെ ഈ പ്രവൃത്തിയിലൂടെ, അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അവൻ്റെ അമ്മ ഹെലീനയുടെയും കുബുദ്ധിയിൽ മാറി ചിന്തിച്ചു, ട്രാപ്പിൽ പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ ദൈവവുമായി ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ആകെ തെളിവ് ശബത്തായിരുന്നു. അത് ശനിയാഴ്ചയായിരുന്നു ക്രിസ്ത്യാനിയും ആചരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിലൂടെ അത് മാറ്റി സാത്താൻ്റെ ദിവസമായ, സൂര്യാരാധനയുടെ ദിവസമായ സൺഡേ ആക്കി കൊടുത്തു. അപ്പം അതോടുകൂടി ഒന്നിച്ച് നടന്നിരുന്ന യഹൂദർ ദൈവം പഠിപ്പിച്ചതിൽ നിന്ന് വിപരീതമായി കേട്ടപ്പോൾ ക്രിസ്ത്യാനിയെ വിട്ടവർ ഓടിപ്പോയി. ആ കൂട്ടുകെട്ട് അവസാനിച്ചു, അവർ തിരിഞ്ഞുപോയി. കാരണം യഹൂദന് പറ്റില്ല. യഹൂദൻ അവൻ്റെ അപ്പം പഠിപ്പിച്ച ആ നിയമങ്ങൾ കണുവിട തെറ്റാൻ യഹൂദന് പറ്റില്ല. ഒരു കോംപ്രമൈസും യഹൂദനില്ല. പക്ഷെ ക്രിസ്ത്യാനികളുടെ സ്വഭാവം അതല്ല. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ്. ദത്തപുത്രന്മാരൊക്കെ ആണ് എങ്കിലും സ്വന്തം സ്വഭാവം കാണിക്കാതിരിക്കുമോ? ജാതികളല്ലേ. അപ്പോൾ യഹൂദൻ പോയതോടുകൂടി സാത്താൻ ആ സഭ, ആദിമസഭ, യേശുവായുടെ ശിഷ്യന്മാർ സ്ഥാപിച്ച സഭ, പത്രോസ് സ്ഥാപിച്ച സഭ സാത്താൻ പിടിച്ചടക്കി. ദൈവവുമായിട്ടുള്ള ആ നിത്യ ഉടമ്പടിയായ ശബത്ത്, ആ ഒരു ബന്ധം പൊട്ടിച്ചതോടുകൂടി ക്രിസ്ത്യാനി സാത്താനുമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചു എന്നതാണ് സത്യം. അതിന്ന് കത്തോലിക്ക സഭയിൽ തുടരുകയാണ്. സൺഡേ ശബത്താന്നും പറഞ്ഞ് ഈ കാണിച്ചു കൂട്ടിയിട്ട് അതിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ ക്രിസ്ത്യാനിയെ, ചരിത്രം പോയി നോക്ക്. ക്രിസ്ത്യാനിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിനക്ക് സത്യം അറിയണോ? സത്യം തിരയി, സത്യം അന്വേഷിക്ക്. നിനക്ക് നഷ്ടപ്പെട്ട യഥാർത്ഥ അപ്പൻ എവിടെ പോയി അന്വേഷിക്ക്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെയാണ് ദൈവത്തിന് ആവശ്യമല്ലേ? വചനം എപ്പോഴും പറയുന്നുണ്ട് അല്ലേ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് വീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ലോകം മുഴുവൻ സാത്താൻ്റെ ആയിക്കഴിഞ്ഞു. അതിൽ നിന്ന് യഥാർത്ഥ ദൈവത്തെ അന്വേഷിച്ച് തിരിഞ്ഞു നടക്കുന്ന കുറച്ച് പേരെ മാത്രമാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്.
അതുകൊണ്ടാ ദൈവം പറഞ്ഞേ, നിങ്ങൾ എന്നെയല്ല ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലായോ? അതായത് ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കണമെന്നില്ല. അത് ക്രിസ്ത്യാനി ഞാൻ ഈ മതത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ ആ ദൈവത്തിന് തിരഞ്ഞെടുത്തു അല്ലേ? പക്ഷെ ദൈവം എന്താ പറഞ്ഞത്? നീ എന്നെ തിരഞ്ഞെടുത്താൽ അതല്ല, ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ? അപ്പം അതാണ് സംഭവിക്കേണ്ടത്. അല്ലാതെ ക്രിസ്ത്യാനിയായി ജനിച്ചു എന്ന് വിചാരിച്ച് ആ ക്രിസ്തീയ മതത്തിൽ ജീവിക്കാൻ കർത്താവ് അനുഗ്രഹിച്ചു എന്ന് വിചാരിച്ച് നീ ദൈവത്തെ തിരഞ്ഞെടുക്കല്ല. ദൈവം നിന്നെ തിരഞ്ഞെടുക്കണമെങ്കിൽ നീ യഥാർത്ഥ ദൈവത്തിനെ അന്വേഷിക്കണം. അപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക, ഇസ്രായേൽ ഒരിക്കലും അങ്ങോട്ട് ചെന്ന് യുദ്ധമൊന്നും തുടങ്ങുന്നില്ല, ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. ഇങ്ങോട്ട് വരുന്നവരെ തിരിച്ചു കൊടുക്കും. അതാണ് ആ പ്രത്യേകത, ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഇസ്രായേലിന് ക്ഷമിച്ചൂടെ എന്നല്ലേ? അല്ലേ, അങ്ങനെ ചോദിക്കും അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അറിയോ, ഒരു കാര്യം നിങ്ങൾക്കറിയോ? ബെഞ്ചമിൻ നെതന്യാഹു മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ഞങ്ങൾ യുദ്ധം നിർത്തിയാൽ അത് ഞങ്ങളുടെ അന്ത്യമാണ്, പക്ഷെ തീവ്രവാദികൾ യുദ്ധം നിർത്തിയാൽ അത് സമാധാനം കൊണ്ടുവരും അല്ലേ? അപ്പം അതാണ് സത്യം. ഇസ്രായേൽ പ്രതിരോധിച്ചില്ല എങ്കിൽ ജൂതൻ്റെ അന്ത്യം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? നശിപ്പിച്ച് ഒരു ചെറിയ കുറ്റി മാത്രമായി ചുരുങ്ങിയിട്ടും ആ കല്ല് മൂലക്കല്ലായി എടുത്തുകൊണ്ട് അവശേഷിച്ച ആ കുറ്റിയിൽ നിന്ന് തളിർത്ത് പൂത്തുളഞ്ഞു നിൽക്കുന്നതാണ് ഇന്നത്തെ ഇസ്രായേൽ അല്ലേ? നിങ്ങൾക്കറിയോ, ഇറാനിലുള്ള ടെഹ്റാനിൽ ഒരു ക്ലോക്ക് ഉണ്ട്, ഡെത്ത് ക്ലോക്ക് എന്ന അതിൻ്റെ പേര്. അതിൽ കൗണ്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കാണ് 2040 ജൂതൻ്റെ അന്ത്യം എന്ന് കീ കൊടുത്ത് വെച്ചേക്കാം. അപ്പം അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നവർ ചൊറിയാൻ വരുമ്പോൾ ക്ഷമിക്കണോ? അവരെ തിരിച്ച് പ്രതിരോധിക്കണ്ടേ? ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇല്ല, അവർ നശിപ്പിച്ച് കളയും. ഇനി ഇസ്രായേൽ യുദ്ധം ചെയ്തത് എന്തിനാണെന്ന് നിങ്ങൾ അറിയണം. ഈ ആണവ ആയുധം, നിങ്ങൾ കേട്ടിട്ടില്ല? ആണവായുധം മനുഷ്യരാശിക്ക് തന്നെ ഭീതിയായിട്ട് നിൽക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നത് തടയുന്ന ജൂതൻ സത്യത്തിൽ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുകയല്ലേ ചെയ്യുന്നേ അല്ലേ? ക്രിസ്ത്യാനിയെ നിന്നെയും കൂടി രക്ഷിക്കുകയല്ലേ ചെയ്യുന്നേ? ദുഷ്ടൻ നശിക്കുമ്പോൾ ആർത്തു വിളിക്കണം എന്ന് വചനം പറയുന്നു, സദൃശവാക്യം 11:10 അല്ലേ? പക്ഷേ ഒരു വിഭാഗം ജനങ്ങൾ, ക്രിസ്ത്യാനികൾ യുദ്ധം എന്തിനാണെന്നൊന്നും ആര് തുടങ്ങി ഒന്നും അറിയില്ല. എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഇതൊന്നും അറിയില്ല. ഈ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ പർവ്വതീകരിച്ച് കാണിച്ച് നുണയെ പോലും വിശ്വസിച്ച് എപ്പോഴും ഇസ്രായേലിനെ കുറ്റം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. യുദ്ധക്കെടുതിയിൽ അത്രയും പേര് മരിച്ചു, ഇങ്ങനെയാണ് അങ്ങനെയാണ്, അയ്യോ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി പറിക്കൊണ്ടിരിക്കും. അത്ര ഉണ്ട് ക്രിസ്ത്യാനിയുടെ ബോധം. പക്ഷെ ഇതെന്തിന് എന്നുള്ള അത് ചിന്തിക്കാനോ നിങ്ങൾ വയസ്സായ അമ്മച്ചിമാരോട് പോലും ചോദിച്ചു നോക്കിയേ, യുദ്ധത്തിനെ പോലും എന്തിനാ ഇസ്രായേൽ യുദ്ധം ചെയ്യണം, എന്തോരം പേര് അവിടെ മരിച്ചു പോകണം, ഇങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് അതിൻ്റെ എങ്ങനെ യുദ്ധം ഉണ്ടായി, തുടക്കം എന്താ ഉണ്ടായേ, ഇതൊന്നും ആർക്കും അറിയണ്ടാവുന്ന ആരും അന്വേഷിക്കില്ല. പക്ഷെ ഇസ്രായേൽ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ക്രിസ്ത്യാനികളെ നൈജീരിയയിലും അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് കൂട്ടമായിട്ട് കൊന്നൊടുക്കുന്നത് ഒരു അമ്മച്ചിയെന്നല്ല, ഒരാളും വീട്ടിലിരിക്കുന്ന ഒരാളും അറിയില്ല, അധികാരികളൊന്നും അറിയില്ല. പക്ഷേ ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയ ഉടനടി അത് വാർത്തയായി, സഭാവാർത്തയായി, പള്ളികളിൽ അവിടെയൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി അല്ലേ? യഹൂദൻ മാനസാന്തരപ്പെടട്ടേന്ന്. യഹൂദൻ മാനസാന്തരപ്പെട്ട പിന്നെ യഹൂദൻ ഇല്ല എന്നാണ് സത്യം. നിങ്ങൾ ചെല്ലോ അവരെ രക്ഷിക്കാനായിട്ട്, പേടിത്തൂറികളായി നിങ്ങൾ. അപ്പോൾ അപ്പൻ്റെ സ്വന്തം രക്തം അവിടെ യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് ദത്തുപുത്രരായ നിങ്ങൾ പോലും ജീവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇറാനിലെ സ്കൂളിൽ അല്ലേ, നിങ്ങളിപ്പോൾ പത്രത്തിലൊക്കെ വായിച്ച് കാണുന്ന 170 കുട്ടികൾ മരിച്ചു, ഇസ്രായേലിൻ്റെ മിസൈൽ ചെന്ന് ആ കുഞ്ഞുങ്ങൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റാറ്റസും ബഹളമൊക്കെ അതിൻ്റെ പിന്നിലായിരുന്നു അല്ലേ? അതെങ്ങനെ സംഭവിച്ചു? ഇറാനിൽ തന്നെയുള്ള IRGC എന്ന തീവ്രവാദി സംഘടന അല്ലേ, അവർ ഇട്ട മിസൈൽ തെറ്റി വീണിട്ടാണ് അവരുടെ സ്കൂളിൽ ഇത്രയും കുട്ടികൾ മരിച്ചത്. അത് അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ് എന്ന് അല്ലേ? പക്ഷേ കേരളത്തിൽ അതൊന്നും സമ്മതിച്ച് കൊടുക്കില്ല. ഇല്ല, അത് ഇസ്രായേൽ തന്നെയാണ്, ഞങ്ങൾക്ക് അതൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് ഇസ്രായേൽ തന്നെയാണെന്ന് കേട്ടാൽ മതി. അപ്പം നടക്കാത്ത കാര്യം പോലും കേരളത്തിൽ പെരുപ്പിച്ച് പറഞ്ഞ് ഇവിടെ അങ്ങനെ ഒരു മൈൻഡ് എല്ലാവർക്കും ആക്കി എടുക്കുകയാണല്ലേ?
തെമ്മാടിത്തരം കാണിക്കുന്നവരെ അടിക്കാനായിട്ട് ചാട്ടവാറെടുത്തതാണ് നമ്മുടെ അപ്പൻ, കർത്താവ്. ആ യേശുവായുടെ അനുയായികളാണ് നമ്മൾ. പക്ഷെ ഇന്നും മണക്കൂസന്മാരായിട്ട് തുടരുകയാണ്. പുരുഷത്വം കാണിപ്പിൻ എന്ന് വചനം പറയുമ്പോൾ ശിഖണ്ഡിയായിട്ട് വളരുന്ന ഒരു ജനത. സാത്താൻ ശത്രുവായിട്ട് വന്നാലും സാത്താനോട് പോലും ക്ഷമിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു സഭാ നേതൃത്വം. ക്രിസ്ത്യാനിയെ ഇനിയെങ്കിലും കണ്ണു തുറക്ക്. ഇസ്രായേൽ എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്ക്. നിന്റെയും കൂടി രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നതാണ് എന്ന സത്യം നീ തിരിച്ചറി. നീ അവരെ ശരീരം കൊണ്ട് നിനക്ക് സഹായിക്കാൻ പറ്റില്ല അല്ലേ? പക്ഷെ നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, നിനക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂലേ? കാരണം എന്താ? നിന്റെ സഹോദരന്മാരാണ് അവര്. ഇനി അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ചില്ലെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ദൈവത്തെയെങ്കിലും ഭയപ്പെടേണ്ടേ? ദൈവത്തെ ഭയപ്പെടുക തന്നെ വേണം. അതായത് സങ്കീർത്തനം 50:20 പറയുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. ദൈവം നിന്നോട് പറയണ ആ ക്രിസ്ത്യാനിയോട്, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തിട്ടും ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെ ആണ് എന്ന് നീ കരുതിയോ? നീ അങ്ങനെ കരുതരുത്. ഇത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, മനസ്സിലായോ? നീ ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ പോലെയാണെന്ന് നീ കരുതിയോ? ഞാൻ നിന്നെ ശ്വാസിച്ച് നിന്റെ കണ്ണിൻ മുൻപിൽ അവരെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുക, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിക്കാൻ ആരും ഉണ്ടാകില്ല. ഇതാണ് ക്രിസ്ത്യാനിക്കുള്ള ശിക്ഷ. മനസ്സിലായോ? സങ്കീർത്തനം 50:20 പോയി വായിക്കും. ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നവര് എല്ലാം ഇത് ഒന്ന് പോയി വായിക്കുന്നേ. പിന്നീട് കർത്താവ് പറയാണ്, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. അപ്പം ഇതിൽ നിന്ന് വ്യക്തമാണ് നിന്റെ നടപ്പ് തെറ്റാണ്. അത് ക്രമപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹെബ്രായർക്കെതിരെ ലേഖനം 10:31 ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുന്നത് ഭയാനകമെന്ന് എഴുതിയിരിക്കുന്നേ. മനസ്സിലായേ? ഞാൻ നിർത്താണ്. അതായത് അവർ വിവരമില്ലാത്ത ക്രിസ്ത്യാനിയെ വല്ലവരും വല്ലതും പറയുന്നത് വിശ്വസിക്കാതെ നിന്റെ കയ്യിലുള്ള ബൈബിൾ എടുത്ത് നീ ഒന്ന് വായിക്കി. നിയമാവർത്തനം 28:7 ഇസ്രായേലിനെ കുറിച്ച് പറയാണ്, ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നേ അല്ലേ? അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. അതുകൊണ്ട് ക്രിസ്ത്യാനിയെ നീ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കി. ഇത് തന്നെ തെളിവല്ലേ ഇസ്രായേലിൻ്റെ കൂടെ ജീവനുള്ള ദൈവമാണെന്ന്? അവരുടെ കൂടെയുള്ളത് യഥാർത്ഥ ജീവനുള്ള ദൈവമാണ്. നിന്റെ കയ്യിലുള്ള മണ്ണിൻ്റെയും കല്ലിൻ്റെയും പ്രതിമയല്ല. ആ പ്രതിമയ്ക്ക് ശ്വസിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. അതിനെ ഏറ്റിക്കൊണ്ട് നീ തന്നെ നടക്കണം അല്ലേ? പക്ഷേ അതില് ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നു അല്ലേ? അപ്പം അത് സാത്താനാണ്. ഇനി നിന്റെ ബൈബിളിലെ യഥാർത്ഥ ദൈവം അത് ജീവനുള്ള ദൈവമാണല്ലേ? അത് ഇന്ന് യഹൂദൻ്റെ ഒപ്പമാണ്, നിന്റെ ഒപ്പമല്ല. നിനക്ക് വഴിതെറ്റിയെങ്കിൽ നീ തിരിച്ചു നടക്കുക. ക്രിസ്തീയ വിശ്വാസം എന്നത് പരിണാമം സംഭവിച്ച് ഇന്ന് ക്രിസ്തീയ മതം മാത്രമായി നിൽക്കുകയാണ് എന്ന് നീ തിരിച്ചറിയും. നമ്മൾ പുരീം ആഘോഷിച്ചല്ലേ? ഞാൻ ജസ്റ്റ് അതും കൂടെ പറയാം. അതായത് എസ്തർ 6:13 എടുത്ത് നോക്കാം. ഹാമാൻ ഇങ്ങനെ വന്ന് വീമ്പിളക്കാണ് ഭാര്യയോടും ഫ്രണ്ട്സിനോടൊക്കെ, ഞാനിങ്ങനെ യഹൂദരെ കൊല്ലാൻ പോവാണ്, എനിക്കതിനുള്ളത് കിട്ടി എന്നൊക്കെ പറഞ്ഞത് വായിക്കുന്നവർക്ക് അറിയുള്ളൂ. ഞാൻ ഫുൾ കഥയൊന്നും പറയണില്ല. അപ്പോൾ അവിടെ ഭാര്യ പറയുന്നൊരു വാക്കുണ്ട്, അവൻ യഹൂദനാണെങ്കിൽ, മൊർദെഖായിയെ പറ്റി പറയണതാ, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റു പോവുകയുള്ളൂ. ഹാമാനോട് അവൻ്റെ ഭാര്യ പറഞ്ഞതാണ് അല്ലേ? ഇത് സത്യമാണ്, ഇത് സത്യമായി. അവർക്കറിയാം യഹൂദൻ്റെ കൂടെ ദൈവമുണ്ട്, ജീവനുള്ള അവൻ്റെ ദൈവമുണ്ടെന്ന് അല്ലേ? ചരിത്രം പലപ്പോഴും ആവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്കെന്നല്ല, നമുക്ക് തോന്നാറുണ്ടത്. ഈ യുദ്ധവും അങ്ങനെയുള്ളൊരു ആവർത്തനം തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ യുദ്ധം. അതായത് ഖമേനി, ആയത്തുള്ള ഖമേനിയുടെ മരണവും ഈ പുരീം ആഘോഷവും എല്ലാം ഇതൊരു ആവർത്തനമായിരുന്നു. അതായത് BC 5-ാം നൂറ്റാണ്ടിലെ പേർഷ്യ, അതാണ് ഇന്നത്തെ ഇറാൻ.
എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നമ്മുടെ ഇന്ത്യയെ പറ്റി പറയുന്നുണ്ട്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ചിരുന്നത് അഹസ്വേരൂസ് എന്ന രാജാവായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ഭാരതത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ എല്ലാം ഈ പേർഷ്യൻ ഭരണത്തിന് കീഴിലായിരുന്നു, അതായത് ഇറാന്റെ ഭരണത്തിന് കീഴിലായിരുന്നു അന്ന്. അപ്പോൾ അവിടുത്തെ കഥയാണ് ഈ എസ്തേർ. നിങ്ങൾ വായിച്ചു നോക്കി അറിയാൻ പറ്റും. അന്ന് ഹാമാൻ മൊർദെഖായി എന്ന യഹൂദനോടൊപ്പം യഹൂദരെ മൊത്തം കൊല്ലാനായിട്ട് നോക്കിയപ്പോൾ അവിടെ അദൃശ്യമായ ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടായത്. 50 മുഴം ഉയരമുള്ള ഒരു തൂക്കുമരം റെഡിയാക്കി മൊർദെഖായിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ അദൃശ്യമായ ദൈവത്തിൻ്റെ ഇടപെടലും എസ്തേർ രാജ്ഞിയുടെ ധീരതയും ആ പ്ലാൻ മാറ്റി കുറിക്കേണ്ടി വന്നു. അതേ തൂക്കുമരത്തിൽ ഹാമാനെ കെട്ടിത്തൂക്കി അല്ലേ. ഹാമാനെ മാത്രമല്ല, ഹാമാന്റെ 10 മക്കളെയും. എസ്തേർ നിങ്ങൾ പോയി വായിക്കണം കേട്ടോ, അപ്പോഴാണ് ഇത് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നും ഈ എസ്തേറിൻ്റെയും മൊർദെഖായിയുടെയും ശവകുടീരങ്ങൾ ഇറാനിലെ ഹമദാനിലുണ്ട്. ഇന്ന് 2026 മാർച്ച് 3-ാം തീയതി നാം പൂരിയും ആഘോഷിച്ചപ്പോൾ ഇത് ആവർത്തിച്ചതുപോലെ തോന്നിപ്പോകുന്നു ശരിക്കും. അതായത് ഹാമാൻ അഹസ്വേരൂസ് രാജാവിൻ്റെ പേരിൽ കൽപ്പനകൾ അയച്ച് യഹൂദരെ വധിക്കാനായിട്ട് ഒരു തീയതി നിശ്ചയിച്ചു. അപ്പം അതുപോലെ തന്നെ ഇറാൻ ആദ്യം നേരിട്ട് യുദ്ധം ചെയ്യാതെ ഈ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ വഴിയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. അതുപോലെ തന്നെ ഹാമാന്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ഹാമാൻ സുരക്ഷിതനാണ്, താൻ സുരക്ഷിതനാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് തന്നെ അന്ത്യം സംഭവിച്ചത്. അതുപോലെ തന്നെയായിരുന്നു ഇന്ന് ഇറാനിലെ ഭരണാധികാരി. തങ്ങൾ എല്ലാ നിലയിലും സുരക്ഷിതനാണ് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഇസ്രായേലിന് അടി കിട്ടിയതും ഈ ഖമേനി ഖതം ഹോഗയായതും. അപ്പം അത് ഹാമാന്റെ പോലെ തന്നെ കുടുംബത്തോടൊപ്പം തന്നെ മരിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഞാൻ നിർത്താണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇസ്രായേൽ എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്ന്. അത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. 47 വർഷമായി നിങ്ങൾക്കറിയോ ഇറാൻ ഈ ആണവ കേന്ദ്രത്തിൽ പണി തുടങ്ങിയിട്ട് 47 വർഷമായി. ഈ ആണവ കേന്ദ്രത്തിലെ എല്ലാം ഈ ഭൂമിക്കടിയിലേക്ക് അവർ തുരങ്കത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്ന ഈ സമയത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അവരെ അടിച്ചില്ലെങ്കിൽ അത് നമ്മൾക്ക് ദോഷമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ തീരുമാനം എടുത്തത്. നിങ്ങളപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം. ഈ ലോകം ഒന്നടങ്കം നശിപ്പിക്കാനുള്ള ആണവായുധങ്ങൾ ഉണ്ടാക്കി അവർ തുരങ്കത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അപ്പോൾ അവരെ അടിച്ചില്ലെങ്കിൽ നാളെ അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ കൊടുത്തത് പെടാം. മനസ്സിലായ? അപ്പോൾ വെറുതെ നിങ്ങൾ അർത്ഥമറിയാതെ മോങ്ങാൻ നിൽക്കാതെ സത്യം അന്വേഷിക്ക്, കാര്യം മനസ്സിലാക്ക്. വീട്ടിലിരിക്കുന്ന അപ്പച്ചമാരും അമ്മച്ചിമാരും പത്രം വായിക്കാത്തവരും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ അല്ലേ. അല്ലെങ്കിൽ ന്യൂസ് ഒക്കെ കേട്ട് ഇതൊക്കെ ഇന്ന് എല്ലാ ന്യൂസുകളും ഇസ്രായേലിനെതിരാണല്ലോ. സത്യം പറയുന്ന ഏത് ന്യൂസ് ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ ഇതിലെന്താണ് സത്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങോട്ട് പറയുന്നവർക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കുക, ഇതാണ് സത്യം, നമ്മൾ കാണുന്നതല്ല, ഇങ്ങനെയാണ് ഉണ്ടായെന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കുക നിങ്ങൾ. കാരണം നിങ്ങളുടെ അപ്പനും യഹൂദൻ്റെ അപ്പനും ഒന്നാണ് എങ്കിൽ ആ സഹോദര സ്നേഹം നിങ്ങൾ കാണിക്കണം യഹൂദൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ നിർത്താണ്. ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ, ശബാത് ശലോം. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓഡ് അവീനു ചായ്, അതായത് എന്താ പറയുക, ഇപ്പോഴും ഓട് എന്ന് വെച്ചാൽ ഇപ്പോഴും, അവീനു നമ്മുടെ പിതാവ് ജീവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവർക്കും തോദാ റബ്ബ, രാബയ്ക്ക് തോദാ.